നമസ്കാരം. തമിഴ്നാടിന്റെ ബജറ്റിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക രേഖകൾ ഈ അവകാശവാദങ്ങൾ തള്ളിക്കളയുന്നു. തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിന്റെ ഔദ്യോഗിക രേഖകളും പ്രമുഖ തമിഴ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളും പരിശോധിച്ചതിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നത് സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. ബജറ്റ് പ്രസംഗത്തിൽ കാവേരി നദിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും വിഹിതങ്ങൾക്കുമാണ് പ്രധാനമായും ഊന്നൽ നൽകിയതെന്നും അങ്ങനെയൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും തമിഴ്നാട്ടിലെ മാധ്യമപ്രവർത്തകരും സ്ഥിരീകരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ തമിഴ്നാട്ടിൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുമായിരുന്നുവെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം റിപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ലാത്തത് കേരളത്തിൽ പ്രചരിച്ച അവകാശവാദത്തിന്റെ വിശ്വസനീയതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന ദീർഘകാലമായുള്ള ആവശ്യം തമിഴ്നാട് നിരന്തരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും നിലവിൽ നിയമപരമായി അനുവദനീയമായ സംഭരണശേഷി 142 അടിയായി തുടരുകയാണ്. കേവലം ഒരു ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ മാത്രം ജലനിരപ്പ് ഉയർത്താനാകില്ലെന്നും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിർദ്ദിഷ്ട നീതിന്യായ നടപടിക്രമങ്ങളിലൂടെയുള്ള അംഗീകാരം ആവശ്യമാണെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. അണക്കെട്ടിന്റെ ബലപ്പെടുത്തൽ പൂർത്തിയായാൽ ജലനിരപ്പ് 152 അടി വരെ ഉയർത്താമെന്ന് മുൻപ് സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു. 152 അടിയാക്കുക എന്നത് തമിഴ്നാടിന്റെ ദീർഘകാല ആവശ്യമാണ്. എന്നാൽ നിലവിൽ നിയമപരമായി അനുവദനീയമായ സംഭരണശേഷി 142 അടി മാത്രമാണ്. എന്നാൽ ഇതിനോടകം തന്നെ വൈറലായ ഈ അവകാശവാദം കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. തമിഴ്നാട് ബജറ്റിലെ പ്രഖ്യാപനത്തെ തുടർന്ന് കേരളത്തിൽ ഉയർന്ന ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് സംസ്ഥാനത്തിന്റെ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിക്ക് മുകളിലേക്ക് ഉയർത്താൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി തമിഴ്നാട് ഏകപക്ഷീയമായി നീക്കം നടത്തിയാൽ ശക്തമായ നിയമ നടപടികളുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ടിന്റെ സുരക്ഷ പരിശോധിക്കുന്നതിനായി ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ പരിശോധനകൾ നടത്തണമെന്ന് കേരളം മുൻപും ആവശ്യപ്പെട്ടിരുന്നു. അണക്കെട്ടിന്റെ ബലപ്പെടുത്തൽ പ്രവർത്തികളും സുരക്ഷാ ഓഡിറ്റും പൂർത്തിയാകാതെ ജലനിരപ്പ് ഉയർത്താനുള്ള നീക്കം അംഗീകരിക്കാനാകില്ലെന്നാണ് കേരളത്തിന്റെ നിലപാട്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്ന പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് കുട്ടനാടൻ ഇടുക്കി മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശാശ്വത പരിഹാരമെന്ന് ആവർത്തിച്ചു.